ദയയുടെ അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം മാത്രമേ ഉണ്ടാകുകയുള്ളൂ: ജ്യോതി. 20 വർഷങ്ങൾക്ക് മുന്നേ ദയയെ വിട്ടുപിരിഞ്ഞു പോയിട്ടും ഇന്നും അതുപോലെ ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ദയ പറയുക. ദയയുടെ ഡിഗ്രി കാലഘട്ടത്തിലായിരുന്നു ജ്യോതിയെ പരിചയപ്പെടുന്നത്. 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നുകൊണ്ട് തന്നെ അവർ തമ്മിൽ ആദ്യമൊന്നും വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് ജ്യോതി ദയയോട് വല്ലാതെ അടുപ്പം കാണിച്ചു തുടങ്ങി. ആ അടുപ്പം വലിയൊരു സുഹൃബന്ധത്തിലേക്ക് മാറി. കോളേജിൽ പോകുമ്പോഴും ബർത്ത്ഡേ പാർട്ടികൾക്ക് പോകുമ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോഴും എല്ലാം ദയ കൂടെ വേണമെന്ന വാശിയായിരുന്നു ജ്യോതിക്ക്. വീക്കെൻഡിൽ വീട്ടിൽ പോയി വരുമ്പോൾ തൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ തൻ്റെ റൂമിൽ വെച്ച് തന്നെ ദയയെ മുഴുവൻ കഴിപ്പിക്കും ജ്യോതി. ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെ അമ്മ കരുതുന്നോ അതുപോലെയായിരുന്നു ജ്യോതി ദയയെ കണ്ടിരുന്നത്. ഒരിക്കൽ ജ്യോതിക്ക് ഒരു പനി വന്നു. ദയയും ജ്യോതിയും കൂടെ അടുത്തുള്ള ക്ലിനിക്കിൽ പോയൊരു ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിച്ചു. അസുഖം ഭേദമായി. വീണ്ടും 2 ആഴ്ചകൾക്ക് ശേഷം പനി വന്നു. പനി കൂടിയപ്പോൾ ജ്യോതിയുടെ പാരൻസും ബ്രദറും വന്ന് ജ്യോതിയെ കൂട്ടിക്കൊണ്ടുപോയി. പലപ്പോഴും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പിന്നീട് ജ്യോതിയെ കിട്ടിയിരുന്നില്ല. പിന്നീട് കോളേജിന് 1 മാസത്തെ നീണ്ട അവധിയായിരുന്നു. ദയയും നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ നിന്ന് പലപ്പോഴും ജ്യോതിയെ വിളിച്ചപ്പോഴെല്ലാം ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. 1 മാസത്തെ അവധിക്ക് ശേഷം തിരികെ ട്രെയിനിൽ വരികയാണ് ദയ. ദയയുടെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു, അറിഞ്ഞോ, ജ്യോതിയുടെ അച്ഛൻ മരിച്ചുപോയി. ദയ പെട്ടെന്ന്, അയ്യോ, അത് കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു. അതേസമയം മറ്റ് സുഹൃത്തുക്കളെല്ലാം ദയയെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞ് ദയ ചോദിച്ചു, ജ്യോതി എപ്പോഴായിരിക്കും വരിക? ഞാൻ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയിരുന്നില്ല. പെട്ടെന്നൊരു ഞെട്ടലോടെ അടുത്തിരുന്ന സുഹൃത്ത് ദയയോട് ചോദിച്ചു, നീ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഉവ്വ്, കേട്ടു. ജ്യോതിയുടെ അച്ഛൻ മരിച്ചു എന്നല്ലേ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ജ്യോതിക്ക് വരാൻ സമയമായി കാണില്ലേ? എന്നാൽ ആ സുഹൃത്തുക്കൾ അവളോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് ജ്യോതിയുടെ അച്ഛൻ മരിച്ചുവെന്നല്ല, ജ്യോതി മരിച്ചുവെന്നാണ്.